ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഒരു സർവേ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 2-3 ദിവസങ്ങളായി BJPക്ക് അനുകൂലമായിട്ടുള്ള സർവേകളാണ് പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് റിപ്പബ്ലിക് TVയുടെ സർവേ മാറ്റിവെച്ചാൽ തന്നെ മറ്റുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പുൽവാമയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചടിയും ഒക്കെ BJPക്ക് വലിയ ഗുണമുണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതായത് മോദി തരംഗം വീണ്ടും ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് കണക്കുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മോദിക്ക് ജനപ്രിയത ഏറി, രാഹുൽ ഗാന്ധിക്ക് ജനപ്രിയത കുറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് അതെല്ലാവരും വാർത്ത കൊടുത്ത ഒരു വിഷയമാണ്. ഇപ്പോൾ ഇതാ BJPയുടെ വാർ റൂം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് BJPയുടെ നേതാക്കന്മാർക്ക് കനത്ത താക്കീതാണ് ഈ വാർ റൂം റിപ്പോർട്ട് നൽകുന്നുള്ളത്. അതായത് പുൽവാമയെ പിടിച്ച് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി BJP നേരിടുമെന്നുള്ളതാണ് അവർക്ക് മുന്നിൽ വാർ റൂം റിപ്പോർട്ട് നൽകുന്ന ഏറ്റവും വലിയ ഒരു താക്കീത്. അതായത് അയോധ്യ വിഷയം പോലെ അത് ചുരുങ്ങിയ കാലയളവിൽ അത് അവസാനിക്കുമെന്നും അതിന് ട്രെൻഡാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നും പരസ്പര ഭിന്നത ആ വിഷയത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് വാർ റൂം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, പാകിസ്ഥാനെ ശത്രുവായി കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതും വലിയ ഒരു തിരിച്ചടി BJPക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതായത് ആവശ്യമില്ലാതെ ചില കാര്യങ്ങളിൽ ഇടപെട്ട് ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നേതൃത്വം മുന്നോട്ട് പോയാൽ അത് വലിയ തിരിച്ചടി BJPക്ക് നേരിടുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, പ്രിയങ്ക ഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും അവഹേളിച്ചു കൊണ്ടുള്ള ഒരു നീക്കം നമ്മൾ നടത്തരുത് എന്നുള്ളതാണ്. അത് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് വാർ റൂം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അവഹേളിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും പ്രസംഗങ്ങളും ഒക്കെ BJPയുടെ പല നേതാക്കന്മാരും നടത്തിയിരുന്നു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പൂർവാഞ്ചലിൽ പ്രിയങ്ക ഗാന്ധിയെ നേരിടാൻ അമിത്ഷയും മോദിയും നേരിട്ടെത്തി എന്നുള്ളതാണ്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ കരുത്താണ് അത് വിളിച്ചോതുന്നതെന്നും വാർ റൂം റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അസമിൽ BJP വലിയ ഒരു മണ്ടത്തരം കാണിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു ഹൈന്ദവ വികാരം ഉണർത്തുന്ന രീതിയിൽ അസമിൽ BJP ചില പ്രചരണങ്ങൾ നടത്തി. ഇതൊക്കെ വലിയ തിരിച്ചടികൾ നേരിടും എന്നുള്ളതാണ് വാർ റൂം റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന കലാപങ്ങളൊക്കെ BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗോവ, ജാർഖണ്ഡ്, ബീഹാർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിനെയും പറയുന്നുണ്ട്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ വലിയ തിരിച്ചടികൾ BJP നേരിടുമെന്നും വാർ റൂം റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഈ തിരിച്ചടിയിൽ നിന്നൊക്കെ BJPക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നേതാക്കൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ജനങ്ങൾക്കിടയിൽ നടത്തണമെന്നും വാർ റൂം റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇടപെടലുകൾക്ക് നല്ല ഒരു പ്രോത്സാഹനം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് അവർ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഉന്നയിക്കപ്പെടുന്നത് മറ്റു പല കാര്യങ്ങളാണ്. അതായത് അവർ കാർഷിക വിഷയം സംസാരിക്കപ്പെടുമ്പോൾ പോലും നമ്മൾ പല മേഖലയിലുള്ള അവരുമായി ബന്ധപ്പെടാത്ത, അതായത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമല്ലാത്ത വിഷയങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധയും ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒരു വലിയ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും BJPയുടെ വാർ റൂം റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് BJPക്ക് ദേശീയ തലത്തിൽ എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു നേതാവ്, അതായത് തരംഗം കുറച്ചെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് മോദിയാണെങ്കിൽ അപ്പുറത്ത് രാഹുലും പ്രിയങ്കയും ഉണ്ട് എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും ശക്തർ തന്നെയാണ്. അവരെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ കർക്കശമായിട്ടുള്ള ചില നിലപാടുകളും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാർ റൂം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. ദേശീയ മാധ്യമങ്ങളടക്കം BJPക്ക് അനുകൂലമായി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ വാർ റൂം റിപ്പോർട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് പിടിച്ചോതുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.